ഒരു കാലത്ത് നിത്യോപയോഗത്തിലിരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക് വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന കുറച്ച് ഉപകരണങ്ങളാണ് മുറം, വട്ടി, കുട്ട എന്നൊക്കെയുള്ളത്. ഇന്ന് പാരമ്പര്യമായിട്ട് ഈ ഉപകരണങ്ങളൊക്കെ നെയ്ത് ജീവിക്കുന്ന ഒരു ചേച്ചിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ചേച്ചി പേര്? പേര് ശാന്ത. ശാന്ത. പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞപ്പോ എത്ര വർഷമായി ശരിക്കും? ചേച്ചിയുടെ ചെറുപ്പത്തിൽ തൊട്ടാണോ ഇത്? ഞാനിത് ഒരു 10-12 വയസ്സ് മുതൽ. 12 വയസ്സ് മുതൽ അച്ഛനമ്മമാരുടെ കൂടെ ഇരുന്ന് ഇതൊക്കെ അവരൊക്കെ ചെയ്യുന്ന കണ്ടു. നമ്മൾ ഇത് അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് പഠിച്ചു. അങ്ങനെയാണ് ഇത് ചെയ്ത് പഠിച്ചത്. അപ്പോൾ പിന്നീട് അവരുടെ കാലം കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ ഇത് പഠിച്ചു പോയല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തുടർന്നു എന്നുള്ളൂ. ശരിക്കും താല്പര്യം ഉണ്ടായിട്ട് തന്നെ? താല്പര്യം ഇതിലുള്ള എനിക്ക് താല്പര്യം, അല്ല വേറെ ഒന്നും എനിക്ക് അറിയത്തില്ലല്ലോ. ഈ തൊഴിൽ തന്നെയാണ്? ഈ തൊഴിൽ തന്നെയായിരുന്നു എന്റെ. അപ്പൊ ഈ ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയാ എടുക്കുന്നതൊക്കെ? ഇതിന് വേണ്ടുന്ന സാധനങ്ങള് ഈറ. ഇപ്പൊ പിന്നെ ഇതിന്റെ പക്കിന് കെട്ടിയ പ്ലാസ്റ്റിക്. പക്ഷെ ഈ ഈറയുടെ പൊളി തന്നെ നമ്മള് വക്കൊക്കെ കെട്ടുന്നത്, പിന്നെ വട്ടി നെയ്യുന്നത്, ഇതെല്ലാ ഉപകരണങ്ങളും ഇതുകൊണ്ട് മാത്രം ചെയ്തോണ്ടിരുന്ന. അപ്പൊ ഈറയൊക്കെ എവിടെന്നാ ഇപ്പൊ കൊണ്ടുവരുന്നതൊക്കെ എങ്ങനെ? ഇപ്പൊ ഇത് ദൂരം കൊണ്ടുവന്ന ഈറയാ. നമ്മള് താമരക്കുളത്ത് നിന്ന് എടുത്തോണ്ട് വന്നതാ. അപ്പൊ ഇത് അവരങ്ങനെ പോയി എടുത്തോണ്ട് വന്നപ്പോ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കുക. അപ്പൊ ഇത് ഒരു കെട്ടിനിപ്പം 600 രൂപ വിലയാ. അപ്പൊ ആ സാധനം ഇവിടെ വന്നപ്പോഴത്തേന് 1500 രൂപ നമുക്ക് വണ്ടിക്കൂലി. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ഇത് ചെയ്യുന്നത് കൊണ്ടും വലിയ ലാഭമൊന്നുമില്ല. ഇഷ്ടമുള്ളത് കൊണ്ട്, എനിക്കിത് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. ഈ മുറം അല്ലാതെ വേറെ എന്തൊക്കെ ഉപകരണങ്ങളാ ഇത് വെച്ച് ചേച്ചി ചെയ്യുന്നതും അറിയാം. വട്ടി അറിയാം, അടപ്പോട്ട നെയ്യാൻ അറിയാം, കൊട്ട നെയ്യാൻ അറിയാം. ഇതിന്റെ വിപണി എങ്ങനെയാ കണ്ടെത്തുന്നത്? വിപണി കണ്ടെത്തുന്ന പറഞ്ഞാൽ ഇത് ഇവിടെ വന്ന് മലയാളിമാരാരെങ്കിലും ഇതുപോലെ കച്ചവടക്കാർ വന്ന് സാധനം എടുത്തോണ്ട് പോകും. അപ്പൊ അവര് തരുന്ന ഓർഡർ അനുസരിച്ച് ചെയ്തു വെക്കും. അപ്പൊ ഒരു ദിവസം എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു ദിവസം 4-5 എണ്ണമൊക്കെ ചെയ്യാം. 4-5 എണ്ണം. നമ്മള് വേറൊരു ജോലിക്കും പോകാതിരിക്കാമെങ്കിൽ അത്രയൊക്കെ പറ്റും. പക്ഷെ അത് നമ്മള് വീട്ടിലെ ജോലിയും കഴിഞ്ഞ് ചെയ്യുന്ന പണിയായത്. മുറമല്ലാതെ ഈ വട്ടിയും കൊട്ടയും ഒക്കെ നെയ്യുന്നതിനും ഇത്രയും സമയം തന്നെയാണോ? അതായത് ഇപ്പൊ 4 എണ്ണം ഒക്കെ ആണെന്ന് പറഞ്ഞു, അതുപോലെ അത്രയും സമയം തന്നെയാണോ മറ്റേതൊക്കെ നെയ്യാൻ ഉപയോഗിക്കുക? ആ ഒരു സമയം കണ്ടെത്തുന്നത് അത്രയും സമയം കൊണ്ട് അത്രയും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ 4 മുറം ചെയ്യുന്നു എന്ന് പറഞ്ഞു, അതുപോലെ ഒരു 4-5 വട്ടിയും കൊട്ടയൊക്കെ ചെയ്യാനുള്ള കിട്ടുമോ? അത്രയും സമയം കിട്ടുമോ? 2-3 വട്ടി നെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അടപ്പോട്ടൊക്കെ ആണെങ്കിൽ നമ്മള് മെനക്കെട്ടിരുന്ന 4 എണ്ണമൊക്കെ നെയ്യാം. അതിനൊക്കെ ശരിക്കും ഇപ്പൊ ആവശ്യക്കാരുണ്ടോ? ആവശ്യക്കാരോ ഇവിടെ ആരും ഇല്ലല്ലോ. വലുതായിട്ടൊന്നും ഈ സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആൾക്കാരൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ കച്ചവടക്കാര് യാദൃശ്യമായിട്ട് വരുന്നവരില്ലയോ, അവര് ഇത് നമ്മളോട് പറയുന്ന അനുസരിച്ച് നമ്മള് ചെയ്തു കൊടുക്കും. അപ്പൊ സ്ഥിരമായിട്ട് ഏതെങ്കിലും കച്ചവടക്കാര് വന്ന് വാങ്ങിക്കുവാണോ ചെയ്യുന്നത്? ഇത് സ്ഥിരം വരുന്ന ഒരാളാ ഇവിടെ. അയാളാ വാങ്ങിച്ചോണ്ട് പോകും. അല്ലാതെ നേരിട്ട് ചുറ്റുവട്ടം നിന്നുള്ള ആൾക്കാരും അങ്ങനെ ഒന്നും? അല്ല, നമ്മുടെ ചുറ്റുവട്ടം ഒന്നും ഇതിന്റെ ആവശ്യമില്ലല്ലോ. ആരും മേടിക്കുന്നതും ഇല്ലല്ലോ. പ്ലാസ്റ്റിക്കിന്റെ സാധനം കിടക്കുമ്പോ അവർക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ അവരിത് വാങ്ങിക്കുന്നില്ല. പിന്നെ അത്യാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുള്ളവര്, ഇത് തന്നെ ഉപയോഗിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു മുറം വേണം, ഒരു കൊട്ട വേണം, ഒരു വട്ടി വേണമെന്ന്. അത് പഴയ കുറെ ആൾക്കാർ ഇരിക്കുന്നവർക്കും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ നിർബന്ധപ്രകാരം വാങ്ങിക്കുന്നെങ്കിലും അല്ല, പുതിയ ആൾക്കാർക്ക് ഇത് വേണ്ട. അപ്പൊ ഒരു മുറമൊക്കെ നെയ്തെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എത്ര നാള്, ഇനി എത്ര ഇതായിട്ട് ഉപയോഗിച്ചു, മോശമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പോലും എത്ര നാള് ചിലപ്പം ഇരിക്കും ഈ ഒരു മുറം? ഇത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന 7-10 കൊല്ലമൊക്കെ ഒരു മുറം പറ്റും. പിന്നെ അതുപോലെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ അനുസരിച്ച് ഇത് നഷ്ടപ്പെടും. അങ്ങനെ. അപ്പൊ ഇത് ഇപ്പൊ പറഞ്ഞു പ്ലാസ്റ്റിക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇതിന്റെ ചുറ്റുവട്ടത്തെല്ലാം പ്ലാസ്റ്റിക്. മുന്നേ ഈ പ്ലാസ്റ്റിക് അല്ലാതെ ഈ ഈറ തന്നെ ഉപയോഗിച്ചു. ഈറ തന്നെ ഉപയോഗിച്ച് നമുക്ക് ശരിയാ ഇതിന്റെ വിളമ്പ് ശരിയാക്കി എടുക്കാം. ഈ ഒരു ഈട് നിൽപ്പ് അന്ന് ഉണ്ടാവില്ലായിരുന്നു? അന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഈറയ്ക്ക് കാണുമെന്ന് അറിയത്തില്ല. കാരണം ഇന്നത്തെ ഈറയും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടില്ലേ. ഈറ പോലും ഈറെന്നല്ല, എല്ലാ വ്യത്യാസങ്ങളും ഉണ്ട്. ഈറയ്ക്കായാലും അത് എന്ത് സ്ഥാനത്തിനായാലും വ്യത്യാസങ്ങൾ ഇപ്പൊ വന്നോണ്ടിരിക്കുക. അപ്പൊ അതനുസരിച്ച് ഇത് ഈട് നിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സാധനം കൊണ്ടുവന്ന് തരുന്ന കാര്യം പറഞ്ഞു, അപ്പൊ ഇതിന്റെ ഒക്കെ എന്താ പറയുക, ക്വാളിറ്റി ഇതൊക്കെ എത്രയാണ് എന്നൊക്കെ നിങ്ങൾക്ക്
പണ്ടത്തെ കൂട്ട് അറിയാൻ പറ്റുമോ? പണ്ടൊരു ഈറ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ച് എത്ര വരെ ചെയ്യാൻ പറ്റുമെന്നോ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ അത് ഇപ്പോഴും നിങ്ങൾക്ക് അത് കണ്ട് അറിയാൻ പറ്റുമോ? നല്ല ഈറയാണെങ്കിൽ ഒരു 3 മുറ നെയ്ത് കിട്ടും. 3 മുറ നെയ്യ് എടുക്കാൻ പറ്റും. അതൊക്കെ ഇപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ അറിയാവോ നല്ലതാണോ? അതിനകത്ത് ഇത് ഒരു കെട്ടിനകത്ത് 10 ഈറ കാണും. അതിൽ നല്ലതും കാണും, പനലും കാണും. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് തന്നെ ചേർത്ത് പോകണം. എങ്കിലും നമുക്ക് ഇതിന്റെ ലാഭം കിട്ടാനൊന്നുമില്ല. നമ്മുടെ ആ ഈറയുടെ വില ഇതിനകത്ത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. പണ്ടൊക്കെ അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഈറ എങ്ങനെ കൊണ്ടുവന്നിരുന്നേ? ഇതുപോലെ വീട്ടിൽ നിന്ന് ഇതുപോലെ ആരെങ്കിലും പോയി എടുത്ത് അങ്ങനെ ആയിരുന്നോ? നമ്മള് ഈ ഇപ്പൊ തന്നെ ആണെങ്കിൽ ശാസ്താംകോട്ട സൊസൈറ്റി ഉണ്ടല്ലോ, അവിടെ പോയി നമ്മൾ എടുത്തോണ്ട് വരുമായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. ഇപ്പോഴും നമുക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി എടുത്തോണ്ട് വരണം. ഇതിപ്പം നിങ്ങൾ അല്ലാതെ എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് സർക്കാർ തലത്തിലുള്ള രീതി എങ്ങനെയാ? സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ എങ്ങനെയാ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവർക്കൊരു വിലയുണ്ടല്ലോ ഈറയ്ക്ക്. ഇപ്പൊ കുറെ നാളായി, ഇപ്പൊ 2 കൊല്ലത്തോളമായി അവിടെ അത് വന്നിട്ട്. ഇപ്പോഴത്തെ വില എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ അത് എന്താ വില ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല. പക്ഷെ അന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 280 രൂപയ്ക്കായിരുന്നു ഒരു കെട്ടീറ. ഈ 2 കൊല്ലത്തിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന് നമുക്ക് പാസ്ബുക്ക് ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഈ പാസ്ബുക്ക് നമ്മളെല്ലാം റേഷൻ കാർഡ് പോലെ കൊണ്ടുവന്ന് പതിപ്പിച്ച് അത് ഒരു ബുക്കിന് 4 കെട്ടീറ 3 കെട്ടേ കിട്ടത്തുള്ളൂ. ഒരു ബുക്കിന് 3 കെട്ടേ കിട്ടത്തുള്ളൂ. ഒരു ബുക്ക്, എനിക്കിപ്പോ ഒരു ബുക്കേ ഉള്ളു, അതിന് 3 കെട്ടീറേ കിട്ടത്തുള്ളൂ. പിന്നെ 2 കൂടെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ബുക്ക് വാങ്ങിച്ച് വേണം നമ്മളത് എടുക്കാൻ. അന്നപ്പോ ഒരുപാട് പേരുണ്ടായിരുന്നു ഇത് പോയി വാങ്ങിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്? കുറെ പേരൊക്കെ ആയിരുന്നു ഒന്നിച്ചിരുന്ന് ചെയ്യുമായിരുന്നു? അന്ന് ചെയ്യാൻ അമ്മാവനുണ്ടായിരുന്നു, അമ്മാവി ഉണ്ടായിരുന്നു. അല്ലാതെ വിടാൻ കാര്യമില്ല. പിന്നെ ഇടയ്ക്ക് ഞാനും ചെയ്യുമായിരുന്നു. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? ഒരുമിച്ചായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട്? ഒരുമിച്ച് ഞങ്ങളെല്ലാരും കൂട്ടായിട്ടിരുന്നാ ചെയ്യുന്നു. പണ്ട് അച്ഛന് അമ്മ, അപ്പൊ അന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിലൊക്കെ ഇരുന്നാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയാണത് പഠിച്ചു വന്നതും അങ്ങനെയാണ്. നമ്മൾ ഇന്ന് ഇത് നിലനിർത്തുന്നു. ഞാൻ ഇന്നും ഈ തൊഴിൽ ചെയ്ത് ജീവിക്കും. ഇപ്പൊ ഇപ്പോഴത്തെ തലമുറയിൽ ആരും എന്ന് പറഞ്ഞാൽ ആരും ഇല്ല ചെയ്യാൻ. ആൾക്കെങ്കിലും താല്പര്യം പോലും ഇല്ല. കുഞ്ഞുങ്ങൾക്ക് ഇല്ല, അവർക്ക് പോലും താല്പര്യമില്ല. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവർക്കിത് അറിയത്തില്ല. ഈ സാധനം എന്താന്ന് പോലും അവർ കാണുന്നില്ല. അപ്പൊ പിന്നെ അവര് എങ്ങനെ പഠിക്കും, ഇവരിതെങ്ങനെ ചെയ്യും? പിന്നെ അന്നത്തെ കാലത്ത് ഞാനിരുന്ന് ഇവരുടെയൊക്കെ കൂട്ടിരുന്ന് പഠിച്ചതുകൊണ്ട് നമ്മളിതങ്ങനെ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് വിപണിയുടെ കാര്യമൊക്കെ പറഞ്ഞാണെങ്കിൽ ഒരുപാട് സർക്കാർ തലത്തിലും ഒക്കെ ഒരുപാട് മേളകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പം ഇത് നേരിട്ട് കൊണ്ടെത്തിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതോ വേറെ ആരെങ്കിലും ഇടനിലക്കാർ വഴി ഇത് കൊണ്ടുവന്ന് വിൽക്കുകയോ അങ്ങനെ വല്ലതും ആണോ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ അങ്ങനെ പോകാറില്ല. അങ്ങനെ ഈ ഇടനിലക്കാരായിട്ട് വന്നിട്ട് മേളയ്ക്ക് കൊണ്ടുപോകാറില്ല. ഇതെനിക്ക് ഞാനിപ്പോ ഈ ചെയ്യുന്ന പറഞ്ഞാൽ കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ വരുന്ന മുതലാളിക്ക് മാത്രം കൊടുക്കുക. ഞാൻ ഇത് പുറത്തോട്ട് ഇതുമായിട്ടൊന്നും പോകുന്നില്ല. പിന്നെ അല്ലാതെ എന്തെങ്കിലും സർക്കാർ തലത്തിൽ എന്തെങ്കിലും സഹായം എന്തെങ്കിലും, അതായത് നിങ്ങളിപ്പോ ഒരു തൊഴിൽ ചെയ്യുകയാണ്, അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഇല്ല. പണ്ട് ഞങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ ചെയ്ത സമയത്ത് അങ്ങാണ്ട് 100-100 രൂപയൊക്കെ സർക്കാരിൽ കൊടുത്തിട്ടുണ്ട്. വെൽവേറി ഈറയ്ക്കൊക്കെ ഉള്ള അത് ലോണാണോ തിരിച്ചടയ്ക്കണ്ടാണെന്ന് അറിയത്തില്ല. ഇല്ല, ക്ഷേമനിധിയായിട്ടൊന്നും അടയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇല്ല, ക്ഷേമനിധി ഒന്നുമില്ല. ഇതിന്റെ സൈഡിലെല്ലാം പ്ലാസ്റ്റിക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഉറപ്പിന് വേണ്ടി വന്നത് ഇപ്പം മൊത്തത്തില് കൈയടക്കിയിരിക്കുകയാണ്. അമ്മയ്ക്ക് ശരിക്കും ഇതിനെപ്പറ്റി എന്തു പറയാനുള്ള? ഇതല്ല ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്റിക് ആണ് ഇതിന് പകരം ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റി അമ്മയ്ക്ക് എന്തോ അഭിപ്രായമുള്ളത്? പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്, പ്ലാസ്റ്റിക് വേണ്ട. പണ്ട് നമ്മൾ ഈ ടൈപ്പ് മുറമാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പൊ പ്ലാസ്റ്റിക്. അപ്പൊ അമ്മയ്ക്ക് ഇത് ഒറ്റ നോട്ടത്തില് നമ്മയ്ക്ക് ഇതിനകത്ത് എന്ത് വ്യത്യാസമോ തോന്നുന്നത്? അതായത് ഇത് ഉപയോഗിക്കുന്നതില് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് ഇപ്പൊ നമ്മളൊരു സാധനം കൊണ്ടുവന്ന് വെയിലത്ത് വെക്കുക. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കേടും വരത്തില്ല. ഇപ്പോഴത്തെ ഈ വെയിലത്ത് നമ്മളൊരു പ്ലാസ്റ്റിക് മുറത്തിനകത്ത് ഒരു സാധനം കൊണ്ട് വെച്ചാലേ മിക്കവാറും അതൊന്ന് ചളുങ്ങുമെങ്കിലും ചെയ്യും. പ്ലാസ്റ്റിക് ചൂടാവും, വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാവും. അപ്പൊ അത് നമുക്കും കുഴപ്പമില്ല. അതേ സമയത്ത് ഇതാണെങ്കിൽ
ഇതിനകത്താണെങ്കിൽ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളൂ. ഇതിനും കേട് വരത്തില്ല, നമ്മൾ കൊണ്ടുവയ്ക്കുന്ന സാധനത്തിനും കേട് വരത്തില്ല. അപ്പം മറ്റൊന്നും ഇരിക്കില്ല, അതിനകത്തും കുറെ ചേരത്തില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് കുഴപ്പമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതുകൊണ്ട് പിന്നെ അരി മാറ്റാം, പിന്നെ ഒരു പച്ചക്കറി ഉണ്ടെന്ന് അരിയാ, പിന്നെ ആർക്കെങ്കിലും നെല്ലോ ഉണ്ടെന്ന് അത് എടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പ്ലാസ്റ്റിക്കിനകത്താകുമ്പോൾ ഇതൊന്നും ശരിയാവുന്നില്ല. കറക്റ്റ് ആയിട്ട് അത് വേർതിരിച്ച് കിട്ടാനും ഇത്ര പാടായിരിക്കും. പാടാ. അല്ല, ഞാൻ കള്ളം പറയാം, കുറെ അരിയും കുറെ ഉമിയും കൂടെ വാരിയിട്ടൊന്ന് പാറ്റി നോക്ക്. അതിലെല്ലാം കൂടെ അതിനകത്ത് കിടന്ന് ഇങ്ങനെ കിടന്ന് ഉരുളുന്നല്ല. ഇപ്പൊ ഉള്ളവർക്ക് പാറ്റാൻ പോലും അറിയത്തില്ല. അപ്പം അത് അതിനകത്ത് ഇങ്ങനെ കിടന്ന് ഉരുളും. ഇതാവുന്നുണ്ടെങ്കിൽ വേർതിരിച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൊട്ടയും വട്ടിയും ഇതൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും അമ്മയ്ക്ക് അറിയാവുന്ന, അതായത് അമ്മ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, ചെയ്തിട്ടോ അറിയാൻ പറ്റുമോ? അമ്മയ്ക്ക് അറിയാവോ വേറെ എന്തിനെങ്കിലും പറ്റി? ഈ ഈറ വെച്ച് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ നമ്മളിപ്പോ ഉപയോഗിക്കാതെ, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാത്ത വേറെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളെ പറ്റി വല്ലോ? പിന്നെ കൊട്ട നമ്മള് കൃഷി ആവശ്യത്തിനായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കയ്യാല വെട്ടുന്നതിന് കയ്യാല കൊട്ട, അത് മണ്ണ് പോയി ഇങ്ങനെ കുത്തുമല്ലോ. ഇപ്പൊ കയ്യാലൊന്നും കാണാനില്ല, മണ്ണിലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സാധനമുണ്ട്. പിന്നെ പരമ്പുണ്ടായിരുന്നു. പരമ്പ് ഇങ്ങനെ വലിയ പരമ്പുകൾ നെയ്തിട്ട് അതിനകത്ത് കുരുമുളക് ഇങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ ഉണക്കി എടുക്കുമായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറ്റിട്ട് അത് പ്ലാസ്റ്റിക് ഇത് ഇട്ടാണോ അതിനകത്തിട്ടാണോ ഉണക്കി എടുക്കുന്നത്. അതില്ല, ഇപ്പൊ സംഭവം ഇല്ല, കുരുമുളകൊന്നും ഇല്ലല്ലോ ഇപ്പം. അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല, കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സംഗീത പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ ചില കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ മീൻ പിന്നെ കോഴി കൂട് ഒറ്റാല് പോലെ, അപ്പൊ അത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് അതിനകത്തില്ല. ഇപ്പൊ മീൻ നിന്ന കൂട, പിന്നെ ഒട്ടുപാല് കറയെടുക്കുന്ന ഈ റബ്ബറിന്റെ ആ കൂട, ഇങ്ങനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വലിയ വലിയ കൊട്ടകള്, വലിയ കൊട്ടയൊക്കെ നെയ്തിട്ട് അതവര് പിന്നെ വെറ്റക്കൊട്ടയായിട്ട് ഉപയോഗിക്കും. വെറ്റ അടുക്കി അതിൻ്റെ അകത്ത് വെച്ച് കൊണ്ടുപോകും. പുതിയ തലമുറ ഇതിനകത്ത് വരുന്നില്ല പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണോ അവരിതിനകത്തേക്ക് വരാത്തത്? അറിയാത്തത് കൊണ്ട്. അല്ലാതെ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മൂല്യം കണക്കാക്കി അവർക്ക് ഒരു കൂലി കിട്ടുന്നു, അങ്ങനെ കൂലിയൊന്നും കിട്ടുന്നില്ല. അത്രയും അധ്വാനത്തിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇല്ല, ഇതിന്റെ അധ്വാനത്തിന്റെ കൂലി ലഭിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന പിന്നെ ഈ ഇതിന്റെ വില പോലും നമുക്കിത് നഷ്ടമായിട്ടാണ് കിട്ടുന്നത്. ഈ സാധനം എടുത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്കിത് നഷ്ടം ചെയ്തു കൊടുക്കുന്നത്. കാരണം ഈ ചെയ്യുന്നതിന്റെ ജോലിയില്ല, ഈ സാധനത്തിന് വില കിട്ടണ്ടേ നമുക്ക്, അതനുസരിച്ചുള്ള വിലയും നമുക്ക് കിട്ടുന്നു. നിങ്ങളുടെ സമയത്തിനും അധ്വാനത്തിനും ഉള്ള വില നിങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മളിത് മെനക്കെടണ്ട, നമ്മളറിയാവുന്ന ഒരു തൊഴിൽ ചെയ്തോണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഒരു എന്താ ഒരു പൂമുഖത്തെയോ അല്ലെങ്കിൽ ഒരു വിരുന്ന സൽക്കാരത്തിനുള്ള ഒരു റൂമിനെയൊക്കെ അലങ്കരിക്കുന്ന രീതിയിൽ മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അത് പിന്നെ പണ്ടൊക്കെ ഉണ്ടാകുമ്പോ കൊച്ചു പിള്ളേരൊക്കെ ഇരുന്ന് പഠിക്കല് ഗവേഷണം പോലുള്ള സാധനങ്ങൾ പഠിക്കും. അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്, കൊടുക്കുന്ന അത് കൂടുന്ന കൊട്ട, പിന്നെ അങ്ങനെ ഓരോരോ സാധനങ്ങള് അങ്ങനെ മാത്രം അങ്ങ് ഒതുങ്ങിപ്പോയി. അപ്പൊ ഇത് ചെയ്യാനുള്ള ആൾക്കാരും ഇപ്പൊ ഇല്ല, അതുപോലെ കനം കുറഞ്ഞുള്ള സാധനം ഇത്ര കനയെ കാണത്തുള്ളൂ. ഇതിന്റെ കനം കണ്ടില്ലേ ഇതിന്റെ? ഇപ്പൊ ഇത്രയും കനയേ ഉള്ളു. ഇപ്പൊ ഇത് 4ആയിട്ട് നമുക്ക് കീറിയെടുക്കാം. ഇത് വെട്ടി മുറിച്ചാൽ ഒരു പൊള കീറ നമുക്ക് 4ആയിട്ട് വെട്ടി കീറിയെടുക്കാം. 4 ചിലിക്ക് കിട്ടിയാലേ അത് ഒരടപ്പൊട്ടയ്ക്ക് കാണും, അത് ഒരു കൊട്ടയ്ക്കൊന്നുമില്ല. അപ്പം ഇത് വട്ടിക്കും മുറത്തിനും ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഇത് വട്ടിയും മുറവും ഒക്കെ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എടുക്കണം. അപ്പം ഇത് നമ്മൾ വീട്ടുപയോഗത്തിനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതുകൊണ്ട് കൊള്ളാവും. ഇത്രയേ ഉള്ളൂ.